ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വെർമിസെലിയാണ്. ഇതിനെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഉണക്കമുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, വെള്ള അവിൽ, ഈത്തപ്പഴം കുരു കളഞ്ഞത്, ഏലയ്ക്ക, പിന്നെ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, 4 ടീസ്പൂൺ നെയ്യ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെർമിസെലി ഇട്ട് നല്ലതുപോലെ വറുത്ത് കോരാം. വെർമിസെലിയുടെ നിറമൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിൽ തന്നെ വീണ്ടും നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുക്കാം. അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്ക മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവിലിട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് ഈത്തപ്പഴം ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇപ്പോൾ വെർമിസെലിയൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴമൊക്കെ കുക്കായി ഇതിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻസിൽ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൻ.